ഹായ് ഹലോ. ഇനി നമ്മളൊരു പയറ് തോരൻ വെക്കാൻ പോവാട്ടോ. പയറൊക്കെ നമുക്ക് കഴുകിയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവച്ചതാണ്. നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. അതൊന്ന് ചെറുതായിട്ട്, നല്ല ചെറുതാവും വേണ്ട, ലേശൊരു നീളത്തിൽ വേണം നമ്മൾ പയറരിയാനിട്ടോ. പറ്റ ചെറുതാക്കി അരിയരുത്. നമ്മള് പയറൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് ഞാൻ അതിലേക്കുള്ള ഒരു അരപ്പ് നമുക്ക് റെഡിയാക്കേ. തോരൻ വെക്കാനുള്ള തേങ്ങക്കൊന്ന് ചതക്കിയെടുക്കുക. ഓവർ അരയും പിടിക്കൊന്നും വേണ്ട. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള ഒരു പച്ചമുളക്, ചുവന്നുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, അതിലും കൂടെ ഇട്ടൊന്ന് നമുക്ക് ചതക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. നമുക്കതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 2-3 സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ. ഒരു 3 സ്പൂൺ ഉണ്ടാവും. ഒരു സ്പൂണ് കടുകിട്ട് നമുക്ക് പയർ അതിലോട്ട് ഇട്ടെടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ടെടുക്കാം. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് വേവാൻ വേണ്ടി മൂടി വെക്കാം കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ. നമ്മളെ പയറൊക്കെ ഇവിടെ വെന്ത് വന്ന് പയറിന്റെ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. തോരനെന്നും പറയും, മെഴുക്ക് പുരട്ടി എന്നും പറയും കേട്ടോ. അപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഞാൻ അതിലോട്ട് നമ്മളെ അരപ്പ് റെഡിയാക്കി വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അത് തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇത് 3 കൂടെ ഇട്ടൊന്ന് ചതക്കിയെടുത്തതാട്ടോ. അപ്പൊ നമ്മളെന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇപ്പൊ എല്ലാരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മളെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. തേങ്ങയും പയറും ഉപ്പും എല്ലാം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ആവി വേവിക്കാൻ വെച്ചതാണ്. തേങ്ങയെല്ലാം കൂടെ പയറൊക്കെ ഇവിടെ റെഡിയായി വന്ന് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെന്തോ നോക്കട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.